ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. രാമ 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 പാഹി മാം. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനം, ഭഗവത് കൃപ, എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയുരാരോഗ്യവും ഈ ലോക സുഖവും ആത്മീയമായ സുഖവും എല്ലാം ഉണ്ടാകണം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം മക്കളെ. നമുക്ക് രാമായണം വായിക്കാനും പാട്ട് നമുക്ക് മുരുകൻ്റെ ഒരു രണ്ടുപേര് ചൊല്ലാം. എന്തെങ്കിലുമൊക്കെ ചൊല്ലി അല്പം ഭക്തിയൊക്കെ വർദ്ധിക്കുന്നത് നല്ലതല്ലേ. നാമങ്ങൾ എത്രത്തോളം ചൊല്ലിയാലും അതൊക്കെ നല്ല, നമ്മൾ എപ്പോഴും ചൊല്ലണം. ഷഷ്ടിയെ നോക്ക ശരവണ ഭവനാർ ശിഷ്ടർക്കുദവും ചെങ്കതിർവേലോൻ. ഷഷ്ടിയെ നോക്ക ശരവണ ഭവനാർ ശിഷ്ടർക്കുദവും ചെങ്കതിർവേലോൻ. പാദമിരണ്ടിൽ പന്മണി സദങ്കൈ ഗീതം പാടാ കിങ്കിണിയാട. ഷഷ്ടിയെ നോക്ക ശരവണ ഭവനാർ ശിഷ്ടർക്കുദവും ചെങ്കതിർവേലോൻ. പാദമിരണ്ടിൽ പന്മണി സദങ്കൈ ഗീതം പാടാ കിങ്കിണിയാട. മയ്യനടനം ചെയ്യും മയിൽ വാഹനനാർ കയ്യിൽ വേലാലனை കാക്ക വൈന്ദ്രവന്ദ്ര. മയ്യനടനം ചെയ്യും മയിൽ വാഹനനാർ കയ്യിൽ വേലാലனை കാക്ക വൈന്ദ്രവന്ദ്ര. വര വര വേലായുധനാർ വരുക 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 മയിലോൻ വരുക. ഇന്ദിരൻ മുതലായി എണ്ടിശை പോറ്റ മന്ദിര വടിവേൽ വരുക വരുക. മയ്യനടനം ചെയ്യും മയിൽ വാഹനനാർ കയ്യിൽ വേലാലனை കാക്ക വൈന്ദ്രവന്ദ്ര. വര വര വേലായുധനാർ വരുക 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 മയിലോൻ വരുക. ഇന്ദിരൻ മുതലായി എണ്ടിശை പോറ്റ മന്ദിര വടിവേൽ വരുക വരുക. മയിലോൻ വരുക 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 മയിലോൻ വരുക വരുക വരുക. വാസവൻ വരുക മയിലോൻ വരുക 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 മയിലോൻ വരുക. ഷഷ്ടിയെ നോക്ക ശരവണ ഭവനാർ ശിഷ്ടർക്കുദവും ചെങ്കതിർവേലോൻ. പാദമിരണ്ടിൽ പന്മണി സദങ്കൈ ഗീതം പാടാ കിങ്കിണിയാട. നമുക്ക് രാമായണത്തിൻ്റെ ആദ്യത്തെ 3-4 വരി കൂടെ ചൊല്ലാം. ഒത്തിരി നാളായി ചൊല്ലിയിട്ട്, എന്നും ചൊല്ലേണ്ടതാ. സമയം നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടെങ്കിൽ കുറച്ച് വരികളേ ഓടുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് ചൊല്ലാം. എത്ര നാളായി ചൊല്ലിയിട്ട്. ശ്രീരഭഗവാനെ നമുക്ക് ഇങ്ങനെ ഭജിക്കണ്ടേ. ഭഗവാൻ കൃഷ്ണനാണല്ലോ എല്ലാം. അതായത് പരമാത്മാവ് ഏറ്റവും ഉന്നതമായ അതേ പരമാത്മാ യഥാർത്ഥത്തിൽ 100% ഭഗവാൻ കൃഷ്ണനാണ്. അതുപോലെ തന്നെയാണ് ശ്രീരാമ അവതാരവും. എങ്കിലും ഒരു ഇച്ചിരി കുറവുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അതങ്ങനെ തോന്നിക്കുന്നത്. എല്ലാ ആ ശക്തിയോട് തന്നെങ്കിലും കറക്റ്റ് ശക്തി മൊത്തം ഭഗവാൻ കൃഷ്ണന് തന്നെയാണ് എന്നാണ് തോന്നിക്കുന്നത്. എനിക്കങ്ങനെ എല്ലാം പരമാത്മാവിൻ്റെ അവതാരം തന്നെ. അത് ഇപ്പം എന്താ വാമനാവതാരവും. കാരണം കൂടുതലും ലോകത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഭഗവാൻ കൃഷ്ണനല്ലേ കുഞ്ഞുനാൾ തൊട്ടേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.
ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഇവിടെ ഭഗവാൻ ശ്രീരാമൻ ലക്ഷ്മണന് ആത്മോപദേശം ചോദിച്ചു. ഭഗവാനോട് ചോദിച്ചു, എനിക്ക് എല്ലാം പറഞ്ഞു തരണം യഥാർത്ഥം മനസ്സിലാക്കാൻ. കാരണം ഇവിടെ ലോകമാതാവായ പരാശക്തി, മൂലവിദ്യ, പ്രകൃതി മഹാമായ, അത് രണ്ടവസ്ഥ. ഒന്ന് ഈ പ്രപഞ്ചം, അവിദ്യ. അതായത് ഇവിടെ ഇത് മൊത്തം അജ്ഞാനമാണ്, അറിവില്ലായ്മയാണ്. എന്തറിവ്? ഈ ലോകത്ത് നമുക്ക് ശരീരത്തിന് വേണ്ടുന്ന അറിവുകളൊക്കെ എല്ലാം ഉണ്ട്. ഇപ്പം ഡോക്ടറായാൽ നമ്മുടെ ശരീരത്തിന് കൊള്ളാം, എഞ്ചിനീയർ ആയാൽ എന്ത് വരും, പഠിച്ചങ്ങനെ പോയാൽ എന്ത് വരും, പാലം കെട്ടാനും വീടിൻ്റെ അങ്ങനെയുള്ള കണക്കുകൾ, അതെല്ലാം ശരീരത്തിന് വേണ്ടിയല്ലേ. നമ്മുടെ ഈ ലോകത്തിലല്ല നമ്മുടെ ശരീരത്തിൻ്റെ ജീവിത മാർഗങ്ങളാണ്. പക്ഷേ ആത്മീയമായ നമുക്ക് അമരത്വം നേടാനുള്ള ആത്മവിദ്യ, അത് അമ്മ മഹാമായയുടെ മറ്റൊരവസ്ഥ വിദ്യ. ആ വിദ്യ കൊണ്ട് ഈ അവിദ്യയെ മറികടക്കണം. അമ്മ നമുക്ക് വിദ്യ, ഇതെല്ലാം വേദാന്തങ്ങളാണ്. ഇതെല്ലാം അറിയണമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരാന്നറിയും, നമ്മൾ ആ വിദ്യ മനസ്സിലാക്കുമ്പോഴാണ്. അപ്പോൾ അത് അറിയണം. അതിനാണ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഇത് വെറുതെ വായിച്ചാൽ മനസ്സിലാകത്തില്ല. അതിനാണ് ഗുരു വേണമെന്ന് പറയുന്നത്. ഇത് തന്നെയാണ് വിദ്യ. പക്ഷേ ഇത് സാധാരണക്കാർ ഇത് വായിച്ചാൽ ഇതെന്താണെന്ന് അറിയത്തില്ല. ഇത് കിടക്കുന്നത് അറിഞ്ഞവൻ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു ഗുരു വേണമെന്ന് പറയുന്നത്. ഇവിടെ ലക്ഷ്മണൻ തന്നെയൊക്കെ ഇത് വേണമെങ്കിൽ എങ്ങനെ മനസ്സിലാക്കപ്പെട്ടു? ഭഗവാൻ കൊടുക്കുന്ന ഉപദേശം കൊണ്ടേ മനസ്സിലാകുന്നുള്ളൂ. ഇത് നമുക്ക് വേണ്ടിയാണ് നമ്മൾ എഴുതിയിട്ടേക്കുന്നത്. അപ്പം ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം പോലെ ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഇത് വിജ്ഞാനം, അതായത് ഈ ആത്മവിദ്യയുടെ ജ്ഞാനം, അറിവാണിത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് അമരനായി മാറാൻ ഈ വിദ്യ കൊണ്ടേ നമുക്ക് ആത്മ ഐക്യം ഉണ്ടാകും, ഭഗവാനായിട്ട് ചേർച്ച ഉണ്ടാകും. അതാണ് യോഗിയാകുക പറയാം. അപ്പോൾ അതെന്താ? അദ്വൈത ജ്ഞാനം. അദ്വൈത ജ്ഞാനം നമുക്ക് അറിയണമെങ്കിൽ ഈ ആത്മവിദ്യ തന്നെ വേണം. ഈ ലോകത്തുള്ള അറിവ് കിട്ടിയാൽ അത് നടക്കൂല. ഇതെല്ലാം നമുക്കുള്ള വീട് കൂട്, ഈ നമ്മളെ അമ്മയുടെ നമുക്ക് എന്താ പറയുന്നത്, പാലൂട്ടി വളർത്തുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സർവ്വ കാര്യങ്ങളും പ്രപഞ്ചത്തിന് വേണ്ടുന്ന നമ്മുടെ ശരീരവും അതിന് വേണ്ടുന്നതെല്ലാം ആണ് ഈ ലോകം. അതെല്ലാം നശിക്കുന്നതാണ്. അതുകൊണ്ടാണ് അത് അവിദ്യ എന്ന് പറയുന്നത്. ഇവിടെ വിദ്യയാണ് നിലനിൽക്കുന്നത്. അതാണ് അമരനായി തീരുക. അപ്പോൾ അത് വിദ്യയാണ്. വിദ്യ ഉണ്ടെങ്കിൽ ആത്മവിദ്യ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അത് ഭഗവാൻ ഇവിടെ കൊടുക്കുന്നത് ആത്മനോരേവ. കാരണം ഭഗവാൻ ജ്ഞാനം കൊണ്ട് ഉപഗമ്യനാണ് ശ്രീരാമ ഭഗവാൻ. കാരണം ഈശ്വരനല്ലേ, കൃഷ്ണനും അങ്ങനെയല്ലേ, അവർക്ക് ഇതൊക്കെ അറിയാം. അതുകൊണ്ട് ജ്ഞാനം കൊണ്ട് ഉപഗമ്യൻ യോഗിനാം ഏകാത്മനാം ജ്ഞാനം ആചാര്യ ശാസ്ത്രൗഘോപദേ ഉപദേശ ഐക്യജ്ഞാനം. ശാസ്ത്രങ്ങളുടെയും ജ്ഞാനം, ഇങ്ങനെയുള്ള ജ്ഞാനങ്ങളെല്ലാം ആചാര്യനാണ് ഭഗവാൻ ശ്രീരാമൻ, ഗുരുവാണ്. അത് എന്ത് കൊടുക്കുന്ന ഇതിൻ്റെ ശാസ്ത്രങ്ങൾ, ഈ വേദാന്തങ്ങളും ഇതിൻ്റെ ജ്ഞാനം ഉണ്ടാകുന്ന എല്ലാം ഭഗവാൻ ഇതുകൊണ്ടുള്ള അങ്ങേയറ്റത്തെ അറിവുള്ള ആളാണ് ഈശ്വരൻ, ഭഗവാൻ ശ്രീരാമനും ശ്രീകൃഷ്ണനും. അപ്പോൾ അങ്ങനെ ഐക്യജ്ഞാനം, ആത്മാവിൽ എങ്ങനെ ഒരു മനുഷ്യൻ ആത്മീയമായി ചേർച്ച, ജീവാത്മാവും പരമാത്മാവോട് ഐക്യമായി വരുമ്പോൾ, ആത്മജ്ഞാനം ഉണ്ടാകുമ്പോൾ എന്ത് വരും? അദ്വൈത ജ്ഞാനം ഉണ്ടാകും. അദ്വൈത ജ്ഞാനം രണ്ടില്ലാത്തൊരവസ്ഥ. ഇവിടുത്തെ ഈ പ്രപഞ്ചം രണ്ടെന്നുള്ള അവസ്ഥയാണ്. ഞാനെന്ന് നീ എന്നുള്ളത്, അതാ അവിദ്യ എന്ന് പറയുന്നത്. അറിവില്ലാത്തതാണ് ഞാനെന്ന്. എപ്പോഴും നമുക്ക് എന്താ, സ്വാർത്ഥപരമായ ജീവിതം. അതേസമയം വിദ്യ നേടുന്നവൻ നിസ്വാർത്ഥമായുള്ള ഇതാണ് വരുന്നത്. അവിടെ രണ്ടെന്നുള്ള അവസ്ഥയില്ല. നിസ്വാർത്ഥമായി നമ്മൾ എല്ലാവർക്കും എല്ലാം ഉപകാരങ്ങൾ ചെയ്യുകയും നീതിക്കും ന്യായത്തിനും വേണ്ടി ധർമ്മവും എല്ലാം ഉള്ളവർ, അതാണ് ആ വിദ്യയാണ് ആത്മീയമായ വിദ്യ. അല്ലാത്തതെല്ലാം എന്താ, എൻ്റേതെന്നുള്ള ഈ മമത, ഇത് ഈ ലോകത്തിൽ ഇതെല്ലാം അങ്ങനെ ആ ജീവിതം. ഇതിൽ നിന്ന് കുറച്ച് പേര് മാത്രമേ ഈ വിദ്യയിലേക്ക് കടക്കുന്നുള്ളൂ. എല്ലാവരും ഇങ്ങനെ ആകത്തില്ല.
അത് കഴിഞ്ഞ ജന്മത്തെ കർമ്മവാസന പോലെയാണ് ഈ ജന്മം കുറച്ച് വാസന എടുത്തവർ അടുത്ത ജന്മത്തിലേക്ക് അതിൻ്റെ ബാക്കി എടുക്കും. അതുകൊണ്ടാണ് കുറച്ച് പേർക്കേ കിട്ടുള്ളൂ എന്ന് പറയുന്നത്. എല്ലാവരും ഒരുപോലെ പോകുകയില്ല. ഈ ലോകത്തിലെ അജ്ഞാനം മാറാത്തവർ ഇവിടെ തന്നെ കിടക്കും. വീണ്ടും 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 ഈ ഭൂമിയിൽ ഈ അവിദ്യയാകുന്ന ഈ അജ്ഞാനത്തിൽ തന്നെ വാസനയുള്ളതുകൊണ്ട് അതിൽ തന്നെ വന്ന് ജനിക്കുന്നത്. നല്ല ഒരു അറിവുള്ള ഒരു കുടുംബത്ത് അച്ഛനും അമ്മയൊക്കെ നല്ല ഉപദേശം തരുന്ന ഒരു നല്ല ഒരു ബ്രഹ്മജ്ഞാനിയുടെ വീട്ടിൽ ജനിക്കുന്ന നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മം ചെയ്ത് വെക്കാമെങ്കിൽ അപ്പോൾ അവരുടെ ഉപദേശങ്ങളൊക്കെ നമ്മളും മനസ്സിലാക്കും. അങ്ങനെയാണിത് കിട്ടുന്നത്. അപ്പോൾ ഈശ്വരൻ തന്നെ ഇന്നിപ്പം നല്ലൊരു കാര്യം ചെയ്തു വെച്ചാൽ, ഈ ഉപദേശങ്ങൾ കുറേ പഠിച്ചു വെച്ചാൽ നമ്മൾ ഈ ജന്മം കൊണ്ട് അടുത്ത ജന്മത്തേക്ക് ഉണ്ടല്ലോ, വാസന കിടക്കുമല്ലയോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിക്ക് വേണ്ടി നല്ലൊരു യോനിച്ച് നല്ലൊരു കുടുംബത്തിൽ, അവരുടെ കുടുംബത്തിൽ ആ ശരീരത്തിൽ ഒരു ജീവനിടും. എന്തിനാ? നന്മ കൊണ്ടുവരാൻ. അപ്പോഴങ്ങനെയും കൂടെ ഒരു വാസന അതിൽ കൂടെ കിട്ടും. അച്ഛനും അമ്മയുടെയും ഗുണവും കൂടെ കിട്ടുമ്പോൾ എല്ലാം കൊണ്ടും അതിൻ്റെ ബാക്കി എടുക്കാനൊരു ഗുണം കിട്ടും. ആ വാസന അങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ അത് വരത്തില്ല. നമ്മളിപ്പം ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ കൂട്ടി വെക്കുവാണെങ്കിൽ ഒന്നും അറിയാത്ത വെറും അജ്ഞാനിയായി നടന്ന് മരിച്ചു പോയാൽ നമ്മൾ അതിനേക്കാൾ നികൃഷ്ടം പിടിച്ചൊരു കുടുംബത്തിലെ ഒരു യോനിയിൽ വന്ന് പിറക്കും. ഒത്തിരി കൂടെ അറിവില്ലായ്മയിൽ കിടന്നിങ്ങനെ മൂഢാത്മാവിൻ്റെ കണക്ക് ഒരു വിവരമില്ലാതെ കഴിഞ്ഞുകൂടി മൃഗങ്ങളെ പോലെ ആയി തിന്നും കുടിച്ച് അവർക്ക് അവസാനിക്കും. വീണ്ടും അങ്ങനെ ദുഷ്കർമ്മം ഏറി വന്നാൽ വേറെ എന്തെങ്കിലും മൃഗമായിട്ടോ വേറെ എന്തെങ്കിലും പുഴുവോ അട്ടയായിട്ടൊക്കെ പിന്നെ ജനിക്കും. ഇങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യജന്മം വരുമ്പോൾ നമ്മൾ ചിന്തിച്ചോണം, എത്രയോ നല്ല സുഹൃതം ചെയ്തിട്ട് അത്രയും കിട്ടും. അപ്പം നമ്മൾ തന്നെ മനസ്സിലാക്കണം കുറച്ച് വിദ്യ എടുക്കണമെന്ന്. ആത്മീയമായ വിദ്യയുടെ കാര്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ ഉപദേശം കൊടുക്കുന്നത് ആത്മനോരേവം ജീവപരയോർ മൂലവിദ്യ. അപ്പോൾ മൂലവിദ്യ എന്താണ്? പ്രകൃതി മഹാമായ പരാശക്തിയുടെ മൂലപ്രകൃതിയാണ്. പരബ്രഹ്മത്തിൽ നിന്ന് വന്ന ആ പ്രഭ ചിന്മയാണ് ഈ അമ്മ, ആ ദേവിയാണ്. ആ ദേവിയിൽ വിദ്യയുണ്ട്. അതുകൊണ്ട് അത് മൂലവിദ്യ ആത്മനെ കാര്യകാരണങ്ങളും കൂടി ചേർന്ന് എന്തുവരും? ലയിച്ചിടുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ ലയം എന്ന ഒരു കാര്യവും ഒരു കാരണമാണിത്. ഈ പിതാവും മാതാവും അത് ജീവാത്മാവും പരമാത്മാവും കൂടെ ചേരുക, ലയിക്കുക. ആ ലയിച്ചിടുമ്പോഴുള്ളൊരവസ്ഥയാണ് മുക്തി. അല്ല എന്നുവെച്ചാൽ ലയം വരണമെങ്കിൽ നമുക്ക് മറ്റെല്ലാ ഈ ലോക കാര്യങ്ങളെല്ലാം വിടുതലാവണം, മുക്തനാവണം. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മറ്റുള്ള വാസനകളെല്ലാം ത്യജിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ രീതിയിലുള്ള ലയം കിട്ടൂ. ഭഗവാനെ പ്രാർത്ഥിച്ച് അതിൽ തന്നെ ശ്രദ്ധിച്ച് ആത്മീയമായ നിറവ് വന്ന് അത്രത്തോളം ഭക്തിയും എല്ലാ കർമ്മങ്ങളും എല്ലാം നന്നായി സൽക്കർമ്മങ്ങളും ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ആർക്കും ദ്രോഹമില്ലാതെ ഒന്നിനെയും ദ്രോഹിക്കാതെയും മനസ്സാ വാച കർമ്മണം ആർക്കും ഒരു ഉപദ്രവം തട്ടാതെ എല്ലാം കൊണ്ടും അങ്ങനെയുള്ള ഭക്തനൊന്നും ചെയ്യത്തില്ല. എല്ലാം കൂടെ നിറഞ്ഞു വരുമ്പോഴേ ഒരു മുക്തി എന്ന് വരുന്നത്. അതെന്താ കാരണം? ആ ലയം അപ്പോഴാണ് വരുന്നത്. ഈ ലോകത്തിലേക്കുള്ള ചിന്തകളും ദുഷിച്ച ഹൃദയമൊക്കെ ഉണ്ട്, അങ്ങനെ ലയം ഉണ്ടാകത്തില്ല ഒരിക്കലും. അപ്പോൾ എല്ലാത്തിൽ നിന്നും, അതായത് ഇന്ദ്രിയങ്ങളുടെ എല്ലാ നിഗ്രഹവും മനസ്സിനെ നിഗ്രഹിച്ച് ഈശ്വരനെ പ്രാർത്ഥിക്കുകയും ഈ അറിവ് നേടുകയും എല്ലാം ഒക്കെ ചേരുമ്പോൾ നമ്മളും ഭക്തി കൊണ്ടും ഉണ്ടാവാം, തനിയെ ഉണ്ടാകും. ഇത് പറയുന്നുണ്ട് ഭക്തി കൊണ്ട് ഭഗവാനെ അകമഴിഞ്ഞ ഭക്തി വരുമ്പോൾ ഇതെല്ലാം തനിയെ വന്ന് ചേരും. അപ്പോൾ അതിന് വരാനുള്ള യോഗം ഉണ്ടാവും. അതുകൊണ്ട് ആത്മനോരേവം ജീവപരയോർ മൂലവിദ്യ. പരൻ പിതാവും പര അമ്മയും. അപ്പോൾ ജീവപരയോർ മൂലവിദ്യ. അപ്പോൾ ജീവാത്മാവാകുന്ന ഈ വിദ്യയാണിത്. അറിവുണ്ടെങ്കിൽ ആ ലയം ഉണ്ടാവും. അത് ഈ വിദ്യ എന്ന് പറയുന്നത് എന്താണ്? അത് തന്നെയാണ് ഈ ശക്തി. നമ്മളിരിക്കുന്ന അറിവാണ് ഞാൻ. അതായത് നാം ശരീരമല്ല, അറിവാകുന്നു. അറിവാണിതല്ല. ഈ അറിവ് വന്നെങ്കിൽ ലയം ഉണ്ടാവും. അങ്ങനെ ലയിച്ചിടുമ്പോഴുള്ളൊരവസ്ഥയാണ് ഈ മുക്തി അവസ്ഥയല്ലോ. അത് ശ്രീരാമഭഗവാൻ ലക്ഷ്മണന് കൊടുക്കുന്നതാണ്. ലയത്തോടാശ വേറിട്ടിരിപ്പത് ആത്മാവ് ഒന്നേ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോട് സഹിതമാ ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം. അപ്പം ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം അങ്ങനെ കിട്ടണമെങ്കിൽ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടാണ് ഉണ്ടാകുന്നത്. ആത്മീയമായ ജ്ഞാനം, അതാണ് ജ്ഞാനവിജ്ഞാനം. അപ്പം എന്താ? അതിൻ്റെ അറിവ്, ആത്മീയമായ അറിവും അത് വേണമെങ്കിൽ ഒരു വൈരാഗ്യം വേണം. എന്താ? ആരും കൊല്ലാനോ കുത്താനുള്ള വൈരാഗ്യമല്ല ഇതിൽ പറയുന്നത്. നമുക്കിത് നേടാനൊരു വൈരാഗ്യം എന്താ? മറ്റ് ഈ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക, വേണ്ടാത്ത കാര്യത്തിന് പോകാതെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കാനൊന്നും കൂടെ ഒരു വൈരാഗ്യം വേണം.
ഈ ആത്മീയമായി മുന്നോട്ട് പോകണമെങ്കിൽ അത് മുടങ്ങാതെ കൃത്യനിഷ്ഠയോടെ ചെയ്യാൻ എല്ലാത്തിനും നമുക്കൊരു മനസ്സിനൊരു വൈരാഗ്യം വേണം. ആ ഇതിലുള്ള വൈരാഗ്യം അല്ലാതെ ഇതിലെന്താ ഈ വൈരാഗ്യം നിങ്ങൾ ചിന്തിക്കുക. ഇത് ലൗകികമായ വൈരാഗ്യത്തിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ശത്രുക്കളോട് വൈരാഗ്യം ഉണ്ടെന്ന് ആ ഒരു വൈരാഗ്യം അല്ല ഇതിൽ പറയുന്ന വൈരാഗ്യം. ഇവിടെ ആത്മീയമായ വളർച്ചയ്ക്കുള്ള വൈരാഗ്യം. അങ്ങനെ ഉള്ളവർക്ക് അത് സഹിതമാം അങ്ങനെ എല്ലാം ഒത്തുവരുമ്പോൾ ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം, അതാണ് കൈവല്യം പ്രാപിക്കുക. ഇത് ഞാനോ മറ്റൊരാളോ ഇത് പറഞ്ഞു എനിക്ക് ഇച്ചിരി അറിവ്, എനിക്കിതൊക്കെ മതി. പക്ഷേ ഇത് ഒരാൾ കൊടുക്കുമ്പോൾ അത്രയൊന്നും പോരല്ലോ. എങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാ. അപ്പോൾ ഇത് ഒരാൾ പറയാതെ നമ്മളെ അറിയാത്ത ഒരു മനുഷ്യരെങ്ങനെ ഇത് വായിച്ച് മനസ്സിലാക്കുന്നത്? അതുകൊണ്ടാണ് ഗുരു വേണമെന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ശിഷ്യന്മാർക്ക് ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നത്. ഒത്തിരിയുടെ എന്തെങ്കിലുമൊക്കെ അറിവ് കാണുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം ഇതുള്ളവണ്ണമേ. എന്നാൽ ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ, ഇങ്ങനെ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ സാധാരണക്കാരും ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് ഉള്ളവണ്ണമേ പറവാനും ഇതറിവാനും ഉള്ളം, നമ്മുടെ ശരീരത്തിനകത്ത ഉള്ളം നല്ല ഉണർവുള്ളവരില്ല ആരും ജഗത്തിങ്കൽ. ഇതൊരാൾക്ക് ഉപദേശിച്ച് കൊടുക്കാൻ, പുസ്തകത്തിൽ കൂടെ തന്നെ കണ്ട് മനസ്സിലാക്കി കൊടുക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ അറിവെല്ലാം ഉണ്ട്. ഈ ഉള്ളിൽ അറിവുള്ളവരാണല്ലോ ഇത് വായിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് ഉള്ളവണ്ണം ഇത് കൊടുക്കാൻ, അറിഞ്ഞു കൊടുക്കാൻ ഇവിടെ ജഗത്തിങ്കൽ ഇല്ല ആരും. അതാണ് ഭഗവാൻ പറയുന്നത്. ശ്രീരാമ ഭഗവാൻ പറയുന്നു, ഇത് ഉള്ളതുപോലെ പറയാൻ നല്ല ഉള്ളവരാരും, ഉള്ളത്തിൽ ഉണർവുള്ളവരില്ല. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പറഞ്ഞു കൊടുക്കുന്നവരേ ഉള്ളൂ. കാരണം യഥാർത്ഥമായി ഇത് ഉള്ളവണ്ണം പറഞ്ഞു കൊടുക്കാൻ, ഇത് യഥാർത്ഥമായി പറഞ്ഞു കൊടുക്കാൻ ഈ ജഗത്തിങ്കൽ ആരുമില്ല. നല്ല ഉണർവുള്ളവരില്ല ആരും ജഗത്തിങ്കൽ. എന്നിട്ടോ മൽഭക്തി ഇല്ലാതെ അവർക്ക് എത്രയും ദുർലഭം കേൾ. എന്താ കാരണം? ദുർലഭമായിപ്പോയി. ആരും ഇല്ലാത്തെന്താ? മൽഭക്തി ഇല്ല. ഭഗവാനോടുള്ള മൽഭക്തി, ഈശ്വരനോടുള്ള ഭക്തി ഇല്ലാത്തവരാണ് ഇന്ന് എല്ലാവരും. ശാസ്ത്രങ്ങൾ ഒരുപാട് പഠിക്കും, ഇതൊക്കെ ചിലപ്പോൾ പഠിച്ചൊക്കെ വെക്കും. പക്ഷേ ഭഗവാൻ ഭക്തി അല്ലാതെ ഒന്നുമില്ല. സ്നേഹവും ഭക്തിയൊക്കെ ഉണ്ടെങ്കിലേ ഇത് അത്രമാത്രം ഭഗവാന്റെ കൃപ അതിൽ കൂടെ കൊടുക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് ഉള്ളം നല്ല ഉണർവ് വേണമെങ്കിൽ ഭക്തി വേണം. അതാണ് ഈശ്വരനുള്ള ഭക്തി കൊണ്ടാണ് ഉണർവ് വേണം. ഈ ഉണർവില്ലാതെ എല്ലാവരും ചിലപ്പോൾ ഇത് പഠിച്ച് കൊടുക്കാം. അത് ഉണർവുള്ളവർ ആരും ഇല്ലെന്നാണ് ഭഗവാൻ പറഞ്ഞേക്കുന്നത്. ഒരുപാട് പേർക്ക് ഇത് എത്ര വർഷം കൊണ്ടേ വായിക്കുന്നവർ കാണും. ഇതൊക്കെ പച്ചവെള്ളം പോലെ പഠിച്ചതുപോലെ വാക്കുകൾ കൊടുത്ത് ഇതാണ് ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു കൊടുക്കാം. പക്ഷെ അവിടെ ഉണർവുണ്ടാവണമെങ്കിൽ എന്തെണ്ണം? ഭക്തി വേണം. അതുകൊണ്ട് ഉള്ളം നല്ല ഉണർവുള്ളവരില്ല ആരും ജഗത്തിങ്കൽ. മൽഭക്തി ഇല്ലാതവർക്ക് എത്രയും ദുർലഭം കേൾ. മൽഭക്തി കൊണ്ട് തന്നെ കൈവല്യം വരുത്താനും. അപ്പോൾ എങ്ങനെ കൈവല്യം നമുക്ക് കിട്ടുന്നത്? ഇത് പഠിച്ചാൽ മാത്രം കിട്ടുമോ? ഒരു ഗുരു പറഞ്ഞു കൊടുത്താലും കിട്ടുമോ? ഭഗവാനിൽ ഭക്തി വേണം. ഇത് കേൾക്കുമ്പോൾ കേട്ടതുപോലെ ആ ഗുരുവിനോടുള്ള സ്നേഹവും ഭക്തിയും ഭഗവാനോട് കൊടുക്കുന്നതാണ്. ഭഗവാനുള്ള ചിന്ത ആ ഗുരുവിലേക്ക് ഇറങ്ങും. അപ്പോൾ ആ ഗുരുവിനിൽ നിന്ന് പരമാത്മാവ് ഭഗവാന്റെ ആ കൃപ ഗുരുവിൽ കൂടി ആ ശിഷ്യന് കിട്ടും. അപ്പോൾ ആ സ്നേഹവും ഭക്തിയും അപ്പോൾ ആ ശിഷ്യനും ഇതുപോലെ ഭക്തി കൊണ്ട് വേണം അവർ കേട്ട് അവരുടെ ഉള്ളത്തിലേക്ക് ഇത് ഇറങ്ങാൻ. ആ ഭക്തനുമില്ല കാന്തവും സൂചിയും പോലെ ഗുരുവിൽ നിന്നും ശിഷ്യനിൽ നിന്നും രണ്ടുകൂടെ ചേരും. ഗുരു കൊടുക്കുന്നത് അദ്ദേഹം കരസ്ഥമാക്കാൻ ഒരു നല്ല ഉണർവുള്ള ശിഷ്യനും കൂടെ ആവണം. കേട്ടത് പോരാ പറയാനുള്ള ഉള്ളം തെളിഞ്ഞിരിക്കണം ശിഷ്യന്. അപ്പോൾ ആ ഗുരു കൊടുക്കുന്ന എത്ര രഹസ്യമുള്ളതും കൊടുത്തുകൊണ്ടിരിക്കും. അത്ര ആനന്ദമായത്. അതെന്താ കാരണം? ഉണർവ് വേണം. ഭക്തിയും പരമാത്മാവിനുള്ള സ്നേഹവും ഭക്തിയും പ്രേമവും ഒക്കെ ഉണ്ടെങ്കിലേ ഒരു ശിഷ്യനെ കാണുമ്പോഴും ഭഗവാനെ അങ്ങയുടെ മകൻ തന്നെയായത് ഈ ശിഷ്യൻ. കാരണം അത് ഇത്രയും കേൾക്കാൻ കാരണം പരീക്ഷിത് മഹാരാജ തന്നെ എൻ്റെ ഉദാഹരണം. അത്രമാത്രം മഹാമുനിയടുത്ത് ചോദിച്ച് വാങ്ങിക്കുക. എത്രമാത്രം 7 ദിവസം കൊണ്ട് എല്ലാം കേട്ട് പഠിച്ചില്ലേ, എന്നിട്ട് മോക്ഷത്തിലേക്ക് പോയില്ലേ. അതുകൊണ്ട് മൽഭക്തി ഇല്ലാതെ അവർക്ക് എത്രയും ദുർലഭം. മൽഭക്തി കൊണ്ട് തന്നെ കൈവല്യം വരുത്താനും ഭക്തി വന്നാലേ നടക്കൂ. നേത്രം ഉണ്ടെന്നാകിലും കാണുന്നതിനുണ്ട് പണി. അപ്പം നമുക്ക് കണ്ണുണ്ട്, പക്ഷെ കാണത്തില്ല. ഒരുപാട് പേർ കണ്ണുണ്ട്, കാണേണ്ടത് കാണാനുള്ള കണ്ണില്ല. കേൾക്കേണ്ടത് കേൾക്കാനുള്ള ചെവിയില്ല. കേൾക്കും, വേണ്ടാത്തത് കേൾക്കും, വേണ്ടാത്തത് കാണുകയും ചെയ്യും. വേണ്ടുന്നത് കാണാനോ വേണ്ടുന്നത് കേൾക്കാനോ ചെവിയില്ല, കണ്ണില്ല. അതുകൊണ്ട് നേത്രം ഉണ്ടെന്നാകിലും കാണുന്നതിനുണ്ട് പണി. യഥാർത്ഥത്തെ കാണാൻ അവർക്ക് പ്രയാസം, പണിയാണ്, പാടാണ്. എന്ന് വെച്ചാൽ രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞിടാവിതാവുവണ്ണമേ. അതിൻ്റെ ഉദാഹരണം, നമുക്ക് രാത്രിയിൽ നമുക്കൊരു ചെവിടെ മുമ്പോട്ട് നടക്കണം. ഇവിടെ നമ്മൾ എപ്പോഴും നടക്കുന്ന മുറി ചിലപ്പം തപ്പി നടക്കാം. പക്ഷെ അറിയാത്തൊരു വഴിയിലോട്ട് നമ്മൾ രാത്രി നടക്കാൻ പറ്റുമോ? കുറ്റിട്ട നക്ഷത്രങ്ങളുടെ വെട്ടമോ ചന്ദ്രൻ്റെ വെട്ടമോ ഇല്ലാതെ രാത്രി ആകുമ്പോൾ നമ്മൾ നടക്കുന്നത് എങ്ങനെ? ഒരു പദം മുമ്പോട്ട് വെച്ചാൽ എവിടെ കുഴിയോ കുന്നോ അറിയാം, നമ്മൾ എങ്ങും വഴി അറിയത്തില്ല, വഴി ഉണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ എപ്പോഴും നടക്കുന്നപ്പോൾ മുറ്റത്തോട്ടോ അങ്ങോട്ടോ ഇറങ്ങുന്നത് നമുക്ക് വേണമെങ്കിൽ കണ്ണടച്ചോണ്ട് കണ്ട് നടക്കാം.
എപ്പോഴും നടക്കുന്നൊരു ശീലം. അതുകൊണ്ട് രാത്രിയിൽ തൻ്റെ പദം കാല് ദീപം ഉണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞിടാവിധ ഔവണ്ണമേ. അതുപോലെയാണ് കണ്ണ് ഉണ്ടെന്നാകിലും കാണുന്നില്ല. അപ്പം നമുക്ക് പദമുണ്ട്, കാല് നടക്കാനുള്ള പദമുണ്ട്, പക്ഷേ എന്ത് ചെയ്യും, വഴി അറിയാൻ എന്ത് ചെയ്യും, രാത്രിയാ കണ്ണ് കാണത്തില്ല. രാത്രിയിൽ തൻ്റെ പദം ഒരു കാല് മുമ്പോട്ട് വെക്കാൻ ദീപമുണ്ടെങ്കിൽ വെട്ടം ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റും. അതുപോലെ നേരുള്ള വഴി അറിഞ്ഞിടാവിധ ഔവണ്ണമേ. അതുകൊണ്ട് നമുക്ക് നേരായ വഴി അറിയാൻ എന്ത് വേണം, പ്രകാശം വേണം. അപ്പോൾ എന്താ പ്രകാശം? നമുക്ക് യഥാർത്ഥ ഒരു ഗുരു നമുക്ക് പറഞ്ഞു തന്നാലും ആ ശിഷ്യനെ കേൾക്കാനും ഉള്ളത്തിൽ ഉണർവ് വേണം. അതാണ് പ്രകാശം. പരമാത്മാവിനോടുള്ള സ്നേഹവും ഭക്തിയും വരുമ്പോഴാണ് പ്രകാശം ഉണ്ടാകുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് കേൾക്കാനുള്ള ഉണർവുണ്ടാവും. കൊടുക്കുന്ന ഗുരുവിനോ അതിനേക്കാൾ ഏറിയ പ്രകാശം കാണും. കാരണം എന്താ, ആ പ്രകാശം കൊണ്ടാണ്, ആ അറിവാണ് പ്രകാശം. വിദ്യ ഉള്ളവനെ പ്രകാശം ഉണ്ടാവും. അപ്പോൾ ആ പ്രകാശം ഉണ്ടെങ്കിലേ ഒരു ശിഷ്യനെ നയിക്കാൻ പറ്റൂ. പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് മനസ്സിലാക്കാനും അതിനുള്ള കഴിവും ഗുരുവിനും വേണം, കേൾക്കുന്ന ശിഷ്യന് കേൾക്കാനുള്ള കഴിവും വേണം. അതുകൊണ്ടാണ് ഇതിൻ്റെ നേത്രം ഉണ്ടെന്നാകിലും കാണുന്നതിനുണ്ട് പണി, പാട്. അതായത് രാത്രിയിൽ തൻ്റെ കാല് പദം ദീപം ഉണ്ടെന്നാകിലേ വെട്ടം ഉണ്ടെങ്കിലേ ഒരു നേരുള്ള വഴി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നേരുള്ള വഴി അറിഞ്ഞിടാതെ ഔവണ്ണം. അതുപോലെയാണ് അതുപോലെ എന്താ, ശ്രീരാമഭക്തി ഉണ്ടെന്നാകിലേ കാണായി വരൂ. അപ്പം കണ്ണുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പണി. എന്താ കാരണം? ഭക്തിയില്ല. നേത്രം ഉണ്ടെന്നാകിലും കാണുന്നതിനുണ്ട് പണി. കാരണം എന്താ, നേത്രമുണ്ട്, കാണാൻ കണ്ണിൽ എന്താ ഉള്ള ഇതില്ല, എന്താ കൃപ. കണ്ണിന് ഒരു ഭക്തിയാകുന്ന ഭഗവാനോട് ഭക്തി മുഴുക്കുമ്പോൾ ആ കൃപ കണ്ണിലോട്ട് എണ്ണ. ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, പ്രാർത്ഥനയ്ക്ക് നമുക്കുള്ള, കാരണം ഉണർന്നിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നമുക്ക് കത്താൻ എണ്ണയും കൂടെ വേണം, ആ കൃപയും കൂടെ വേണം. അതാണ് ഭക്തി. ശ്രീരാമ ഭക്തി ഉണ്ട്. അത് കൃഷ്ണഭക്തിയോ ഏത് ഭക്തി ആയാലും, മഹാദേവനോടായാലും അമ്മ ദേവിയെടുത്തായാലും എല്ലാം ഒന്നാണ്. എവിടെ നോക്കിയാലും ഭക്തി ഇല്ലാതെ ഏത് വഴിയായാലും. അപ്പോൾ ശ്രീരാമ ഭക്തി, ഇപ്പോൾ രാമായണം വായിക്കുന്നുണ്ട് നമ്മൾ ശ്രീരാമനെ പറയുന്നു, ഭാഗവതം വായിക്കുമ്പോൾ നമ്മൾ ഭഗവാൻ മഹാവിഷ്ണുവിനെ നാരായണനെ അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് പറയും. അതെല്ലാം ഒന്നാണ്. അതുപോലെ നമ്മൾ ശിവപുരാണങ്ങളോ ഇപ്പം ഇതാണല്ലോ ശിവരാത്രിയുടെ, അപ്പോൾ നമ്മൾ ആ ലോകമാതാവും ലോകപിതാവും തന്നെ ശ്രീ പരമേശ്വരനും മഹാദേവനും എല്ലാം പരമാത്മാവ് ആ പിതാവ് തന്നെയാണ്. അതിൻ്റെ അവതാരങ്ങളാണെന്നേ ഉള്ളൂ ഇത് ശ്രീരാമനും കൃഷ്ണനും ഒക്കെ. അപ്പോൾ ശ്രീരാമ ഭക്തി ഉണ്ടെന്നാകിലേ കാണായി വരൂ. എന്താ, യഥാർത്ഥം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് ആത്മീയമായ അറിവ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഭക്തി വേണം. അതുകൊണ്ട് ശ്രീരാമഭക്തി ഉണ്ടെന്നാകിലേ കാണായി വരൂ. ഭക്തന് നന്നായി പ്രകാശിക്കും ആത്മാവ് നൂനം. അപ്പോൾ ഒരു ഭക്തന് നന്നായി പ്രകാശിക്കണമെങ്കിൽ എന്ത് വേണം? ഭക്തി വേണം. ശ്രീരാമഭക്തി ഉണ്ടെന്നാകിലേ കാണായി വരൂ. ഭക്തന് നന്നായി പ്രകാശിക്കും ആത്മാവ് നൂനം. ഭക്തിക്കു കാരണവും എന്തെന്ന് കേട്ടാലും നീ. അപ്പോൾ ഇനി ഭക്തി ഉണ്ടാകാൻ എന്താ കാരണം? അതുകൂടെ പറഞ്ഞു തരാം. ശ്രീരാമ ഭഗവാൻ പറയുന്നു, ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കുന്നു, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ണുണ്ടെങ്കിലും കാണാൻ പറ്റുന്നത് എന്താ കാരണം? ഉള്ളത്തിൽ ഉണർവില്ല, ഭക്തിയില്ല. ശ്രീരാമ ഭഗവാനോട് ഭക്തി ഉണ്ടെങ്കിലേ നമുക്ക് കാണാൻ പറ്റൂ. അതുപോലെ തന്നെയാണ് പ്രകാശം. ഭക്തനെ നന്നായി പ്രകാശിക്കും ആത്മാവ്. ആ ഒരു ഉണർവ്, ആ ഒരു ഭക്തി കൊണ്ട് നമ്മുടെ ഉള്ളം പ്രകാശിക്കും. അത് ഭക്തി ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അത് കേട്ടാലും ഞാൻ പറഞ്ഞുതരാം, നീ കേൾക്കൂ. മൽഭക്തന്മാരോടുള്ള നിത്യസംഗമം. ഭക്തി ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. നമുക്ക് തോന്നുന്നു ഇതൊക്കെയാണോ എന്ന് തോന്നും, പക്ഷേ ഇത് കിട്ടണം. അത് എല്ലാവർക്കും കിട്ടത്തില്ല. ഈ ലോകത്ത് എത്രയോ പേരുണ്ട്. എവിടെയെങ്കിലും ഒരു ഭക്തനോട് ചേർന്ന് ആരെങ്കിലും എനിക്ക് അല്പസമയം ഇന്നാരോ ഒരു ഭക്തരുണ്ട്, അവിടെ പോയി കുറച്ച് നേരം. ഇപ്പം എന്നെ കുറേ മക്കൾ വിളിക്കാറുണ്ട്. ഇത് കമൻസ് ഇടുന്ന മക്കളൊക്കെ തന്നെയാണ്. അവർ എന്നെ മിക്കവാറും വിളിച്ച് 2-4 മണിക്കൂറൊക്കെയാണ് സംസാരിക്കുന്നത്. എന്താ കാര്യം? ലോകകാര്യമല്ല, ഇതൊക്കെ തന്നെയാണ്. അതൊന്നുകൂടെ വെളിച്ചമായിട്ട് കിട്ടും. അതുകൊണ്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് തീ നേരം ഇരിക്കും. അപ്പോൾ എന്താ, മൽഭക്തന്മാരുള്ള നിത്യസംഗമം. അത് നിത്യമേ ഉള്ള സംഗമം, ചേർച്ച. എന്താ സംഗമം? കൂട്ടായ്മ. എങ്ങനെ കിട്ടും? ഇപ്പം എനിക്ക് കുറേ അറിവ് കിട്ടും. വേറൊരു ഭക്തനോട് ഭക്തനായിരിക്കണം, അറിവുള്ളവനായിരിക്കണം. അപ്പോൾ അവരുടെ ഈ കഥകളും ഇപ്പം ഇത് രാമായണം കയ്യിലുള്ളതുകൊണ്ട് ഇത് വായിച്ച് മനസ്സിലാക്കാം. അതേപോലെ ഇത് അറിയാത്ത ഒരു ഭക്തനാണെങ്കിൽ വേറൊരു ഭക്തനിലുള്ളത് ഇങ്ങോട്ട് സംസർഗം കൊണ്ടാണ് കിട്ടുന്നത്, അറിവ് കിട്ടുന്നത്. അതുകൊണ്ട് ഭക്തി ഉണ്ടാകാനുള്ള കാരണം പറയാം, കേട്ടുള്ളത്. എന്താ? മൽഭക്തന്മാരോടുള്ള, ഭഗവാനാണ് ഭഗവാന്റെ ഭക്തന്മാരാണ്. അങ്ങനെ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമം. അതും മൽഭക്തന്മാരെ പിന്നെ എന്ത് ചെയ്യണം? കനിവോട് സേവിക്കുന്നത്.
ആ ഒരു ഭഗവാന്റെ ഭക്തന്മാരാണ്. അവരുടെ കൂടെ ചേർന്നുകൊണ്ട് അവരുടെ വായിലിരിക്കുന്ന നല്ല തത്വങ്ങൾ അതൊക്കെ മനസ്സിലാക്കുകയും എന്നിട്ട് അവരെ കനിവോട് സേവിക്കുക. അത്രത്തോളം ഭക്തിയോട്, ഭഗവാനാണുള്ള ഭക്തിയോടുകൂടി തന്നെ ആ ഭക്തനെ സേവിക്കണം. എന്നാലേ അദ്ദേഹത്തിൻ്റെ കൃപയോടുകൂടിയ സംസാരം ഈ ശിഷ്യന് കിട്ടും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് നിത്യമായിട്ട് അവരുടെ സംഗമം വേണം, അവരെ നന്നായി കനിവോട് അവരെ സേവിക്കുന്നതും. എന്നിട്ട് ഏകാദശിയാദി വ്രതാനുഷ്ഠാനങ്ങളും ആകുലമെന്നിയെ സാധിച്ചു കൊള്ളുകയും അഥ ഏകാദശി വ്രതങ്ങൾ. ഏകാദശി വ്രതങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനത് പിടിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ അത് എന്തെന്ന് വെച്ചാൽ എൻ്റെ അമ്മയും അത് പിടിച്ചിട്ടില്ലാത്തത് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഇവിടെ ഒരുപാട് പേര് പിടിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അതിനൊരു അർത്ഥം വെച്ചിട്ടില്ല. കാരണം ഇങ്ങനെ പിടിക്കാത്ത അമ്മ ഏകാദശിയുടെ അന്നാണ് അമ്മ യാത്രയായത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ജന്മം കുറേ പിടിച്ച് കാണുമായിരിക്കും ഞാനും. കാരണം ഈ ജന്മം ഏകാദശിയുടെ അന്നല്ല, എല്ലാ ദിവസവും ഉപവാസം പ്രാർത്ഥനയാണ്. ഏകാദശി വ്രതം എന്താ പട്ടിണി ഇരിക്കുന്നതാണോ വിചാരം? അല്ല, പരമാത്മാവിൻ്റെ അരികിൽ വാസമാണ് ഉപവാസം. ഏകാദശി വ്രതം എന്ന് പറഞ്ഞാൽ അത്രയും സമയം നന്നായി പ്രാർത്ഥിച്ച് ഈശ്വരനോട് ചേർന്ന് ലയിച്ചിരിക്കുക. അതാണ് പരമാത്മാവിൻ്റെ അരികിലുള്ള വാസം. അപ്പോഴെപ്പോഴും ഓം നമ ശിവായ. ഇപ്പം ഇതാണല്ലോ ശിവരാത്രി. അപ്പോൾ എപ്പോഴും ഓം നമോ നാരായണായ അല്ലെ ഓം ഹ്രീം നമ ശിവായ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് അങ്ങ് ഇരിക്കുക. അതാണ് ഉപവാസം. അപ്പോൾ ഏകാദശിയുടെ അന്നല്ല, ഞങ്ങൾക്കൊക്കെ എന്നും ഉപവാസമാണ്. പ്രത്യേകിച്ച് ഏകാദശി വ്രതം വേണ്ടായിരിക്കും. അല്ല, ഇപ്പം ഞങ്ങളാരും അത് പിടിച്ചിട്ടില്ല. അച്ഛനിങ്ങനെ എന്തോ പറയാ അമാവാസി ഒരിക്കൽ ഭജനയും വായനയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഞങ്ങൾ കുറേ അന്നൊക്കെ നിത്യേന എന്തും ഭജനയല്ലേ അന്നൊക്കെ തന്നെ. അത് ഏകാദശി എന്നും വേണമെന്നില്ല, എപ്പോഴും ഭഗവാനിൽ ഉള്ള ഉപവാസം അരിക്കലുള്ള വാസമാണല്ലോ. പരമാത്മാവായിട്ടുള്ള അടുക്കുള്ളൊരു വാസം മതി. ഇത് പറയുന്നത് എന്നും ചെയ്യാത്തത് കൊണ്ട് പലപ്പോഴും അതൊക്കെ ഒരു കൃത്യനിഷ്ഠയോടെ ചെയ്യാം. അപ്പോൾ അത്ര നേരമെങ്കിലും പിന്നെ വളരെ ആഹാരമൊക്കെ കഴിച്ച് ഉറക്കമൊക്കെ കഴിച്ചിങ്ങനെ വയറൊക്കെ പെരുക്കി ഇരുന്നാൽ അങ്ങ് കിടന്നു പോകും, ഉറങ്ങിപ്പോകും. അതുകൊണ്ട് അല്പം ആഹാരം കഴിക്കണം. അതിനാണ് വ്രതം എന്ന് പറയുന്നത്. ഒരു നേരത്തെ ആഹാരം കഴിക്കുമ്പോൾ വിശപ്പില്ലാതിരിക്കണം. അപ്പോഴെന്ത് ചെയ്യും, നമുക്ക് മുഷിവുണ്ടാവില്ല. മറ്റേ വയറ് നിറച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നാൽ എപ്പോഴും മന്ദത പിടിച്ച് പോകത്തില്ലയോ. അതുകൊണ്ടായിരിക്കും വ്രതം പിടിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും അന്നേരം രാവിലോട്ടേ കുളിച്ച് വ്രതം നിന്ന് എപ്പോഴും ഭഗവാനുള്ള ആരാധനയാണ്, അരികിലത്തെ വാസമാണ്. പക്ഷേ അതിന്ന് പിടിക്കുന്നവരൊന്നും യഥാർത്ഥത്തിൽ അറിയുന്നില്ല. ഇതുപോലെ കണ്ണുണ്ട് കാണുന്നില്ല. അതുപോലെ തന്നെ അവർ വിചാരിക്കും ഇന്ന് ഏകാദശിയാണ്, ഞാൻ എന്ത് പട്ടിണി ഇരിക്കുമോ എന്നേരത്തേക്ക് ആഹാരമുള്ളൂ, അതാണ് എൻ്റെ ഉപവാസം. സത്യത്തിൽ അതല്ല. പരമാത്മാവിൻ്റെ ഈശ്വരൻ്റെ അടുക്കൽ കൃഷ്ണ അല്ലെങ്കിൽ ശ്രീരാമ ഭഗവാനി അല്ലെങ്കിൽ ഓം നമശിവായ മഹാദേവ എന്തെങ്കിലും ഭഗവാന്റെ നാമങ്ങളും പറഞ്ഞ് അടുത്തിങ്ങനെ ആനന്ദത്തെ കെട്ടിപ്പിടിച്ചങ്ങ് ഇരിക്കുക. ശിവലിംഗം ആയാലും അങ്ങ് അല്ലെങ്കിൽ മനസ്സും കൊണ്ട് ഇങ്ങനെ അങ്ങ് ഇരിക്കുക. ഞാൻ എൻ്റെ ഭഗവാന്റെ ഒക്കെ ചേർന്നിരിക്കുക. എന്തൊരു ആനന്ദമാണ്. അതാണ് ഉപവാസം. അങ്ങനെ ഉപവാസം അങ്ങനെ ഉള്ളവർക്ക് പിന്നെ പ്രത്യേകിച്ച് ഉപവാസമൊന്നും വേണ്ട. ഇന്ന് ജനങ്ങൾക്കത് അറിയാതെ കണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. പട്ടിണിയാണെന്നാ വിചാരം. പട്ടിണിയാണ് അതിൽ പുണ്യമെങ്കിൽ പട്ടിണി നിത്യവും ദരിദ്രനുണ്ട്. അവർ എന്നും പട്ടിണിക്കാരാണ്. അപ്പോൾ അവർക്ക് ഇതൊക്കെ കിട്ടണ്ടേ? നമ്മൾ ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ട് ഇതൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ ഇന്ന് എന്നും പട്ടിണിയുള്ളവർ എത്രയോ പേര് ഈ ലോകത്തിലുണ്ട്. അവർക്കപ്പോൾ കിട്ടുമോ, നമുക്ക് കിട്ടുമോ? അതുകൊണ്ട് പട്ടിണി കൊണ്ടല്ല ഇത് കിട്ടുന്നത്. ആത്മീയമായ ഇത് അറിവും എല്ലാം ചേർന്ന് ഭഗവാനോട് ലയിച്ചിരിക്കുന്ന ഉപവാസമാണ്. അതുകൊണ്ട് ഏകാദശിയാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ എങ്ങനെ പിടിക്കണമെന്ന് ആകുലം എന്നിയെ ഇല്ലാതെ ഒരു വിഷമമില്ല, സന്തോഷമായിട്ട് എപ്പോഴും ആനന്ദലഹരിയിൽ ഭഗവാനോട് ചേർന്നിരിക്കുമ്പോഴാണ് വിഷമമില്ലാതെ സന്തോഷവാനായിട്ടിരിക്കണം. ഒരു പുരുഷനാണെങ്കിൽ സന്തോഷവാനായിട്ട് ആത്മാവിൽ നിറഞ്ഞ് ആനന്ദിച്ചിരിക്കുന്നതാണ് ഉപവാസം. അല്ലാതെ കോട്ടുവായിട്ട് എനിക്ക് ഉറക്കം വരുന്നത് എന്നിട്ട് കണ്ണങ്ങ് അടഞ്ഞു പോണ്, ഇനിയിപ്പോൾ വൈകുന്നേരം ആയെങ്കിലും വല്ലതും കഴിക്കാനോ, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ജനങ്ങൾ അറിവില്ലാത്ത. ഇപ്പം എനിക്കറിയില്ല, ഇപ്പോഴത്തെ കാര്യം അറിയില്ല, പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു തോന്നി. ഞാൻ ചിലരെ കണ്ടിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ വ്രതമായിട്ട് ഇങ്ങനെ നടക്കും. പക്ഷെ അവർ അയ്യത്തൊക്കെ ഇറങ്ങി ചുള്ളിയൊക്കെ ഓടിച്ച് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാം, ഇങ്ങനെ നടക്കും, കറങ്ങി നടന്നിട്ട് വ്രതമാണ്. അവർ ഒരു നാമം പോലും ചൊല്ലുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പിള്ളേരാണ്. ഞായറാഴ്ച ആണ് ഇത്. ഏകാദശി ഇവിടങ്ങളിലൊന്നും ആരും പിടിക്കാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്തെങ്കിലും വ്രതം പിടിച്ചാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അറിഞ്ഞുകൂടാ, പറഞ്ഞു കൊടുക്കാൻ ആളില്ല, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോണതാ. അങ്ങനെ ആകുലമെന്നിയെ. അപ്പം ഒരു വിഷമവും കൂടാ സന്തോഷത്തോടെ വേണം ഭഗവാനെ പ്രാർത്ഥിക്കാൻ. അല്ലാതെ ആക്കാനും വേണ്ടി ഓർക്കാനും ചേർന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഇരിക്കുന്നതല്ല. ഭഗവാനിൽ അത്രമാത്രം ആകമഴിഞ്ഞ ഭക്തിയോട് തന്നെ പ്രാർത്ഥിക്കണം.
സാധിച്ചു കൊള്ളുകയും അഥ. പിന്നെ പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നിവിപ്രാണ കൊടുക്കയും അഥ. എന്താണ് അഗ്നിഹോത്രികളായ ബ്രാഹ്മണർക്ക് അന്നദാനങ്ങളൊക്കെ ഭോജനം ആഹാരമൊക്കെ കൊടുത്തും പൂജിച്ചും വന്ദനമൊക്കെ ചെയ്തും ഭാവനം നല്ല ഭാവനയോടുകൂടിയും ദാസ്യം എല്ലാവരും ദാസിയോ ദാസനോ ഒക്കെ എന്ന് വെച്ചാൽ ഈ ഭക്തന്മാരായ ഭക്തന്മാരുടെ ഉപദേശം കേൾക്കുക, അവർക്ക് ദാസ്യം വഹിക്കുക, അവർക്ക് വേണം ചെയ്തു കൊടുക്കുക, സേവിക്കുക, എല്ലാം ഇങ്ങനെയുള്ളതെല്ലാം അത് ഭഗവാൻ ചെയ്യുന്നതാ. ഇങ്ങനെ ഒരു ഭഗവാന്റെ ഭക്തന് ചെയ്യുന്നതെല്ലാം ആർക്ക് ചെയ്യുന്നതാ? അതെല്ലാം ഭഗവാൻ എന്ന പൂജകളാണ്. ഇതൊക്കെ ചെയ്തും കൊണ്ട് ഭക്തി ഉണ്ടാകാനാണ് ഭഗവാൻ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്നിട്ട് പിന്നെന്ത് ചെയ്യണം? ഭോജന വിപ്രാണെന്ന് വെച്ചാൽ ബ്രാഹ്മണൻ, വിപ്രാണെന്ന് വെച്ചാൽ അഗ്നിഹോത്രാദികളൊക്കെ ചെയ്യുന്ന ബ്രാഹ്മണർക്ക് ഭോജന ദാനങ്ങളൊക്കെ കൊടുത്ത് ശ്രവണം കേൾക്കുക. ഭഗവാൻ അത് ഭഗവാനല്ലേ പറയുന്നത്. എൻ്റെ കഥ എന്നാ ഞാൻ. അപ്പോൾ എൻ്റെ കഥ ഭഗവാൻ ശ്രീരാമൻ പറയുന്നു, ഭഗവാന്റെ കഥ പിന്നെ എന്ത് വേണം? പാഠം ചെയ്യണം, പഠിക്കണം. പിന്നെ അത് കഥ പഠിച്ചും മറ്റുള്ളവർ ഭക്തന്മാർ പറഞ്ഞ കേൾക്കുക, ശ്രവണം ചെയ്യുക. എന്നിട്ട് ഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും ഭഗവാന്റെ ഗുണഗണങ്ങൾ എന്താണ്? ശ്രീരാമ ഭഗവാന്റെ ആയാലും ഭഗവാൻ കൃഷ്ണൻ്റെ ഒക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഭാഗവത ഉടനീളം ഭഗവാന്റെ ലീലകളല്ലേ, വനക്രീഡ, ജലക്രീഡ, എന്തെല്ലാം ക്രീഡകളാണ്. അപ്പം ഇതല്ല ഭഗവാൻ ചെയ്ത കളികൾ, പൂതനെ കൊല്ലുന്നത്, എന്തെല്ലാം ഓർക്കാനുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് ഓർത്ത് ആനന്ദിച്ച് ഭഗവാൻ ചെയ്ത ഗുണഗണങ്ങളെല്ലാം ആക്കാൻ നമുക്ക് ഭക്തന്മാർക്ക് വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ച് ഇതൊക്കെ ചെയ്യുന്നത്. രാവണനെ വധിക്കുന്ന ശ്രീരാമൻ എന്തിനാണ് വന്നേക്കുന്നത്? അതും ഭക്തന്മാർക്കൊക്കെ വേണ്ടിയാണ്. ഒരുപാട് ഭക്തന്മാരെ ഭക്ഷിക്കുന്ന ഈ രാക്ഷസന്മാർ എന്തെല്ലാം ദ്രോഹങ്ങളാണ് പിന്നെ ദേവന്മാർക്കും ഒക്കെ ഇതാണ്. കാരണം യാഗം ചെയ്യാൻ സമ്മതിക്കുന്നില്ല. യാഗം ചെയ്തിട്ടുള്ള ദേവലോകത്തേക്ക് ഈ യാഗത്തിൻ്റെയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ യജ്ഞങ്ങളൊക്കെ നടത്തുന്ന ഈ മഹർഷിമാരാ. ഇതൊന്നും നടത്താൻ സമ്മതിക്കാതെ അവരെയൊക്കെ കൊന്നും തിന്നും നടക്കുമ്പോൾ അതിനെ എന്തിനാ വന്ന ശ്രീരാമ ഭഗവാൻ? നമുക്ക് വേണ്ടിയല്ലേ വന്നത്. അന്ന് നമ്മളൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ അന്നേ ഉണ്ട് ഇവിടെ. നമ്മൾ എത്രയോ ജന്മങ്ങളൊക്കെ ജനിച്ച് ഇങ്ങനെ ഇരിക്കുക, മരിച്ചും ജനിക്കും. അപ്പോൾ അങ്ങനെ ഗുണനാമങ്ങളെ, ഭഗവാന്റെ നാമങ്ങളെ കീർത്തിച്ച് എല്ലാവരുമായിട്ടിരുന്ന് ഒരു ഭജന ഞാൻ ഇന്നലെ കണ്ടു ഈ യൂട്യൂബിൽ. എന്തൊരു ആനന്ദമാണ്! അങ്ങനെ വേണം ഭജിക്കാൻ. ഒരു അജ്ഞാനമില്ലാത്തൊരു ഭജന, ആനന്ദലഹരിയാണ്. അവർക്ക് അത് ഭഗവാനോടങ്ങ് ചേർന്നങ്ങ് അത് ലയിച്ചൊരു നാമം ചെല്ലൊക്കെ അങ്ങനെ വേണം ഭജിക്കാൻ. എൻ്റെ അച്ഛൻ സാക്ഷാത്കരിച്ചെന്നും കൊണ്ടാണ് ഭജിക്കുന്നത്. ആ കണ്ണുനീര് ഒഴുകാനിടെ കൂടെ ഭജനയെല്ലാം കണ്ടുകൊണ്ടിരുന്ന് ഭജന നടത്തുന്നൊക്കെ ഭയങ്കര അത് തന്നെ ഇന്നലെ ഞാൻ കണ്ടത് ഒരാളുടെ. അത് യഥാർത്ഥമാണോ അത് ആക്ഷനാണെന്ന് എനിക്ക് അറിയത്തില്ല, നമ്മൾ അടുത്ത് കണ്ടതല്ലല്ലോ. എങ്കിലും നമുക്ക് അതൊരു മേളം കൊണ്ടുണ്ട് അതിനകത്ത്, ഒരുപാട് പേര് ചേർന്നാണ്. നൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതം ഇത്തമെങ്കൽ, ഇങ്ങനെ എപ്പോഴും എങ്കൽ ഭഗവാനിൽ ഇതുപോലെല്ലാം ഭഗവാനിൽ വർത്തിക്കും. അങ്ങനെ ഇതെല്ലാം വർത്തിക്കുന്ന ജനങ്ങൾക്ക് ഒരന്തരം വരാതൊരു ഭക്തി ഉണ്ടായി വരും. ഈ പറഞ്ഞതെല്ലാം ഞാൻ ഈ പറഞ്ഞതെല്ലാം എന്നും കേൾക്കും. ഭാഗവതി വായിക്കും, അപ്പോഴും കേൾക്കും, ഇത് വായിക്കുമ്പോൾ കേൾക്കും. പക്ഷെ മക്കൾ അന്നേരം കേട്ട് സുഖമായിട്ട് വായിച്ചതും അത് ചെയ്യുന്നില്ലെന്നാണ് തോന്നുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ ആരെയും ദൂരെ ഉള്ളവരൊക്കെയല്ലേ വിളിക്കുന്നത്, എന്താ അറിയാനാ. അതുകൊണ്ട് ഇതല്ല ഈ സന്തതം ഇതൊക്കെയും എങ്കൽ ഭഗവാങ്കൽ വർത്തിക്കും ചെയ്യുന്ന ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തി ഉണ്ടായി വരും. ഒരു വിഷമം കൂടാതെ അങ്ങ് ഭക്തി ഉണ്ടാകും, ഒരു അന്തരമില്ലാതെ അത്രത്തോളം ഭക്തിയും ഉണ്ടായി വരും അങ്ങനെ ചെയ്യുന്നൊരു ഭക്തന്. എന്നിട്ട് അപ്പോഴെന്തോരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല, ഉത്തമോത്തമന്മാരായുള്ളവർ അവരല്ലോ. അങ്ങനെ ഭക്തി വർദ്ധിക്കുമ്പോൾ പിന്നെ എന്താ വേറെ ഒന്നും വേണ്ടെന്നാ. ഈ ഭക്തി ഉണ്ടെങ്കിൽ കർമ്മങ്ങളൊന്നും വേണ്ട, മോക്ഷം കിട്ടും. അറിവ് ഉണ്ടായാൽ നമ്മൾ ആരാന്നുള്ള അറിവ് അറിഞ്ഞ് ആനന്ദലഹരിയിലിരിക്കാം. ഭക്തിയിലും അത് തന്നെയാണ്. ഒന്നും അറിയാത്ത എത്രയോ ഇതൊന്നും വായിച്ച് മനസ്സിലാക്കുന്നൊരു ഭക്തിമാർഗം മാത്രം എടുത്ത് പരമാത്മാവിൽ ചേരുന്ന എത്രയോ ഉണ്ട് ഐക്യമാകുന്നൊരു മുക്തനാകുന്നത്. അതാണ് ഇവിടെ പറയുന്ന ഭഗവാൻ. ഭക്തി ഉണ്ടെങ്കിൽ, ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല. ഉത്തമന്മാരിലും ഉത്തമന്മാരായുള്ളവർ അവരല്ല, അവരാണ് ഉത്തമം. കാരണം അവരിലെ എല്ലാ കർമ്മങ്ങളും എല്ലാം യഥാർത്ഥ സത്യസന്ധമായുള്ളതായിരിക്കും. നീതിമാനും സജ്ജന സംസർഗം കൊണ്ടും എല്ലാം കൊണ്ടും അവർ ഒരു അശുദ്ധം അവരുടെ ഉള്ളിലില്ല, അവരെ ശുദ്ധന്മാരാണ്. അങ്ങനെയുള്ളതാണ് ഭക്തനാകേണ്ടത്. അല്ലാതെ കുറേ അഴുക്കും പിഴുക്കൊക്കെ ചെയ്ത് ദുഷ്കർമ്മം ചെയ്തിരിക്കുന്നവർ ഭക്തി കൊണ്ടിരുന്നിട്ട് ഭക്തി ഉണ്ടാകത്തില്ല. പിന്നെ ഇറങ്ങി വരും, പിന്നെ ദുഷ്കർമ്മങ്ങളെ ഉള്ളിൽ അസൂയയും കുശുമ്പും. അതുകൊണ്ട് ഇതെല്ലാം മാറി, അത് സജ്ജന സംസർഗം കൊണ്ട് ഇതെല്ലാം മാറും.
ഉള്ളത് പോകും. കാരണം അത് കേട്ട് കേട്ട് അതിനാണിത് കേൾക്കണമെന്ന് പറയുന്നത്. സജ്ജന സംസാരം കൊണ്ട് ഉള്ള അഴുക്കളെല്ലാം പോകും. അയ്യോ ഇങ്ങനെയാണോ മനുഷ്യർ, എന്ത് നല്ല അറിവാ ആ ഭക്തൻ പറയുന്നത്, എനിക്കും അങ്ങനെ ആകണം. അപ്പോൾ ഈ ദുഷിച്ച ചിന്തകൾക്ക് പോകത്തില്ല, ദുർദിനങ്ങളോട് കൂടാനും പോകത്തില്ല. മറ്റെന്താ അപ്പുറത്തും ഇപ്പുറമുള്ളവരായിട്ട് നുണ പറച്ചിലും വേണ്ടാത്ത കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ദുർജനങ്ങളല്ലേ അത് കേൾക്കുന്നതും പറയുന്നതും. അതല്ല വേണ്ടത്. സജ്ജനങ്ങളുടെ കൂടെങ്കിലേ ഈശ്വര കഥകൾ കേൾക്കാനും പഠിക്കാനും ശ്രമിക്കാനും പറ്റും. കേൾക്കാന്ന് ശ്രവണം. അപ്പോൾ ഭക്തി വർദ്ധിച്ചാൽ പിന്നെ ഒരുപാട് സമയം പോയി, മറ്റൊന്നും വരേണ്ടതില്ല. ഉത്തമന്മാരിൽ ഉത്തമന്മാരായുള്ളവരാണ് അവർക്ക് എന്തുകൊണ്ട് ഭക്തി യുക്തന്, അങ്ങനെയുള്ള ഒരു ഭക്തി ഉള്ള യുക്തന് എന്തുവരും, കണ്ടോ, ഭക്തി വർദ്ധിക്കുമ്പോൾ വേറൊന്നും വേണ്ട. അവിടെ എന്ത് കിട്ടും? ഭക്തി യുക്തന് ജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടും, എന്നാൽ മുക്തിയും വരും. എന്താ ആ ഒരു ഭക്തി വർദ്ധിച്ചുള്ള പരമാത്മാവ് അവിടെ എല്ലാം കൊടുക്കും. എന്താ അങ്ങനെയുള്ളൊരു ഭക്തന് ജ്ഞാന വൈരാഗ്യങ്ങൾ. അപ്പം നമുക്ക് ഈ ആത്മവിദ്യയ്ക്ക് വേണ്ടുന്ന ജ്ഞാനം വർദ്ധിക്കും, ഉള്ളിൽ തനിയെ വരും. ഭഗവാൻ ഉള്ളിലിരിക്കും, ഭഗവാന്റെ അല്ലയോ ഒരു ഭക്തൻ. ആ ഭക്തന് വേണ്ടതെല്ലാം തനിയെ സംഭവിക്കും. സദ്യ സംഭവിച്ചിടുന്നാൽ അങ്ങനെ ഒരു മുക്തിയും വരും. ഭക്തി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടത്. എന്താ മുക്തി അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ അത്രത്തോളം ഭക്തി കൊണ്ട് വർത്തി സജ്ജന സംസർഗം കൊണ്ട് അവർ പറഞ്ഞ കേൾക്കുകയും അത് പഠിക്കുകയും അത് മനസ്സിലാക്കി എല്ലാം പ്രവൃത്തിയിൽ വരുമ്പോൾ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യും. ആ ഭക്തൻ പറഞ്ഞ ഇപ്പം തന്നെ ഞാനിത് പറയുന്നത് കേൾക്കുന്നവർക്ക് അറിഞ്ഞൂടെ, ഇതൊന്നും അപ്പോൾ ദോഷം ചെയ്തുകൂടല്ലോ. എത്രയോ മക്കളത് മനസ്സിലാക്കുന്നത്, അറിവില്ലാത്തവർ. അപ്പോൾ അറിവുള്ളവർക്ക് അറിയുകയും ചെയ്യാം, ഇതൊക്കെ ശരിയാണ്, എനിക്കും അതങ്ങനെ. പല മക്കൾ അങ്ങനെ പറയാം, അമ്മേ ഞാൻ ഇതൊക്കെയാണ്. ജഗദമ്മ എന്ന് പറയുന്ന മകൾ എപ്പോഴും വിളിക്കും, രാധ ശിവാനന്ദൻ. അവരെല്ലാം പറയും ഞാനിത് ഇങ്ങനെ അമ്മേ, ഞാൻ അങ്ങനെ അമ്മേ. അപ്പോൾ അങ്ങനെയുള്ള മക്കൾ ഇതിനകത്ത് എത്രയോ ഉണ്ട്. നിർമ്മല പവിത്രം വിളിക്കും, രുക്മിണി മോഹൻ, ഇങ്ങനെ കുറേ മക്കളുണ്ട്. അന്നേയുള്ള മക്കൾ അവരൊക്കെ ഇത് മടുക്കാതെ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതല്ല വേറെയും പലതും കേൾക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടും, എന്നാൽ മുക്തി താനേ വരും. മുക്തിമാർഗം താവക പ്രശ്ന അനുസാരവശാൽ ഉക്തമായത് നിനക്കെന്നാലേ ധരിക്ക നീ. അങ്ങനെയുള്ള ഈ മുക്തിമാർഗം താവക പ്രശ്ന അനുസാരവശാൽ ഉക്തമായത് നിനക്കെന്നാലേ ധരിക്കുക. അങ്ങനെ നീ ഇത് മനസ്സിലാക്കൂ. ഭഗവാൻ ഈ പറഞ്ഞ ലക്ഷ്മണൻ കൊടുത്ത നല്ല വിദ്യയല്ലേ. ഭക്തിമാർഗത്തിൽ കൂടി നമുക്ക് ഈ യോഗാഭ്യാസം ഒന്നും വേണ്ട. നമ്മൾ ധ്യാനം, നമ്മുടെ ഭക്തി വർദ്ധിച്ച് പരമാത്മ ചേരാൻ ഇങ്ങനെ ധ്യാനിക്കണമല്ലോ. എന്നാൽ അതൊരു യോഗമാണല്ലോ. എന്നുവെച്ചാൽ ഈ പ്രാണായാമം, എൻ്റെ അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെയോ കഠിനമായ തപസ്സായിരുന്നു. അത് ഇവിടേക്കോ ഒരു ശരീരം ഇവിടെ ഇരുന്നിട്ട് എവിടേക്കോ പോകും. അങ്ങനെയൊക്കെയുള്ള അതെനിക്ക് അറിയത്തില്ല, പറയാം എന്തൊക്കെ പ്രാണായാമോന്നോ ഒന്നും എനിക്കറിയാൻ. അച്ഛന് രാത്രി പോലും സമയം അറിയാം, ക്ലോക്കൊന്നും വേണ്ട, എല്ലാം നിരീക്ഷിക്കാനുള്ള കഴിവ് എല്ലാം പഠിച്ച ആളാണ്. അതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയാമെന്ന് പറയും. എങ്കിലും ഒരുപാട് വിദ്യകളെല്ലാം പഠിച്ചതാണ്. 88 എത്ര ആസനങ്ങളും എല്ലാം പഠിച്ചു. എത്ര ദിവസം വേണമെങ്കിലും ശ്വാസമില്ലാതെ കിടക്കാനും അന്നേരമാണ് ശരീരങ്ങളുടെ ഇടയ്ക്കേ പോകുക. അന്ന് കുട്ടികളിൽ കേട്ടുള്ള ഇന്നൊക്കെയാണ് ഒന്നുകൂടെ എടുത്തത് ചോദിക്കാതെ. അന്ന് അറിയില്ല, അതെന്തോ കാര്യം ചോദിക്കാൻ അറിയത്തില്ലല്ലോ, കുട്ടികളല്ലേ. അതുകൊണ്ട് മുക്തിമാർഗം അപ്പോൾ ഇതെല്ലാം നീ മനസ്സിലാക്കൂ. വക്തവ്യമല്ല നൂനം എത്രയും ഗുഹ്യം മമ ഭക്തന്മാർ കൊഴിഞ്ഞ് ഉപദേശിച്ചിടതല്ലോ. അങ്ങനെയും കൂടെ ഉണ്ട് ഇതിനകത്ത്. ഇതുപോലെ എനിക്ക് വിഷമമില്ല, കാരണം നമ്മൾ 10 പേരെ അവിടെ വിളിച്ചിരുത്തി ആക്കും കൊടുക്കുമല്ലോ, അത് ആവശ്യക്കാരിലേ വായിക്കത്തുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് ഇപ്പോൾ 10 പേരൂടെ വരുന്നത് ശിഷ്യനെ അറിയാണ്ട് നമുക്കിതൊന്നും കൊടുക്കണം, കാരണം അവർക്കത് ഉപയോഗമില്ല. പിന്നെ അത് കൊടുക്കേണ്ട കാര്യം ഉപയോഗം ഉള്ളവർക്കൊണ്ടേ കൊടുക്കാൻ. അതുകൊണ്ട് ഇത് പറയുന്നു വക്തവ്യമല്ല, അതായത് ഇത് പറയാവുന്നത് ശരിയല്ല. ഈ യഥാർത്ഥം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. വക്തവ്യമല്ല നൂനം എത്രയും ഇത് ഗുഹ്യം മമ, ഇത് രഹസ്യമാണ്, ഇതൊക്കെ പറയരുതാത്തതാണ് ആരോടും. മമ എൻ്റെ ഭഗവാന്റെ ഭക്തന്മാർക്കൊഴിഞ്ഞ് ഉപദേശിച്ചിടരുതല്ലോ. ഇത് ഭഗവാന്റെ ഭക്തന്മാരെ നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള കുറച്ച് ഭക്തന്മാർക്കുണ്ടെങ്കിൽ ഞാനിത് ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത്, കാരണം അവർ നമ്മുടെ വീട്ടിൽ വരാനൊന്നും എളുപ്പമല്ലല്ലോ. അപ്പോൾ ആവശ്യക്കാരൻ എടുത്തോളുമല്ലോ. പിന്നെ അല്ലാത്തവർ നോക്കിയിട്ട് അവരവരെ പാട്ട് അവർ ശ്രദ്ധിക്കത്തൊന്നുമില്ല. വേണ്ടതൊരു ശ്രദ്ധിച്ച് തന്നെ നോക്കി പഠിക്കും. അതങ്ങനെയാണ്, എനിക്കത് അറിയാം അങ്ങനെയാണെന്ന്. അതുകൊണ്ട് ഭക്തന്മാർക്കൊഴിഞ്ഞ് ഇത് യഥാർത്ഥ ഭക്തനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുക്കാവൂ. അല്ലെങ്കിൽ എന്ത് വരും, ഭക്തൻ എന്നാകിൽ അവൻ ചോദിച്ചില്ലെങ്കിൽ പോലും ഒരു ഭക്തനെ നമുക്ക് മനസ്സിലാവും. ചോദിക്കാഞ്ഞാൽ പോലും അത് കൊടുക്കാം, ഇത് പറഞ്ഞു കൊടുക്കാം. കാരണം ചോദിക്കാൻ ചിലപ്പം ചില ഭക്തൻ നമുക്ക് അറിഞ്ഞൂടല്ലോ. ഭക്തി അങ്ങേറ്റാണ്. എന്താ വേണ്ടത്? ഇപ്പം തന്നെ എനിക്കിനി എന്താ വേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കിനി വല്ലതും വേണമെങ്കിൽ ഭഗവാൻ തരട്ടെ,
എനിക്ക് എനിക്ക് എല്ലാം നിറവാണ്. ആത്മീയവും നിറവാണ്, ലൗകികവും നിറവാണ്, എല്ലാം മതി. ഇനി എനിക്ക് എന്താ വേണമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് ഒന്നും ചോദിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആത്മീയമായ ലൗകികമായ ഒന്നും വേണ്ട, ആത്മീയമായ എന്താ എനിക്ക് വേണ്ടെന്ന് ഭഗവാൻ അറിയാമെങ്കിൽ തരട്ടെ, എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഭക്തനെന്നാകിൽ അവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ. അപ്പോൾ ഒരു ഭക്തനോട് നമുക്ക് വിശ്വാസമുണ്ട്, ഒരു ഭക്തനാണെന്ന്. യഥാർത്ഥ ഒരു ശിഷ്യനും ഒരു ഭക്തനുമാണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാകും. നമ്മൾ പള്ളു പറയുക, ഒരു ഗുരു ആണെന്ന് ഇരിക്കട്ടെ, ഞാൻ എന്തെല്ലാം പറഞ്ഞാലും ആ ഭക്തൻ ഒഴിഞ്ഞു പോകത്തില്ല. അപ്പം മക്കളെ നമ്മൾ നന്നായി തല്ലി അടുക്കിയൊക്കെ മക്കൾ എവിടെയെങ്കിലും പോവുക വീട് വിട്ട്? ഇന്നത്തെ കാലം അങ്ങനെയൊക്കെയാ ഉണ്ട്. എന്നാലും സാധാരണ നമ്മൾ വഴക്ക് പറഞ്ഞാൽ മക്കൾ, അതിനേക്കാളാണ് ഒരു ശിഷ്യൻ. ആ ഒരു ഗുരുവിനോട് ആത്മാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ഭക്തൻ ആ ശിഷ്യൻ പോവില്ല, ഗുരുവിനെ പിരിഞ്ഞ് പോകത്തില്ല. അത്ര ചേർച്ച, കാന്തവും എങ്ങനെ ഒട്ടി ഈ സൂചിയായിട്ട്. അതാണ് യഥാർത്ഥ ഭക്തൻ. അതുകൊണ്ട് വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ, ഒരു ഭക്തനോട് നമുക്ക് വിശ്വാസം തോന്നും. ഇത് ഈ ശിഷ്യൻ കൊടുക്കാം, അവൻ്റെ ഉള്ളത്തിലിരിക്കും, അവൻ അത് എടുത്തോളും, അത് ഉപയോഗിച്ചോളും. അങ്ങനെ നമുക്കത് പറഞ്ഞു കൊടുക്കാം. അതുകൊണ്ട് ഭക്തന്മാർക്കൊഴിഞ്ഞ് ഉപദേശിച്ചിട്ട് അരുതല്ലോ. ഭക്തനെന്നാകിൽ അവൻ ചോദിച്ചില്ല എന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തന മർത്യൻ ഇത് നിത്യമായി പാഠം ചെയ്യിൽ അജ്ഞാനം അകന്നു പോവും. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഭക്തന് നിത്യവും നമ്മളിത് പാഠം ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്താലിത് ആ ഭക്തൻ്റെ അജ്ഞാനങ്ങളെല്ലാം അകന്നു പോകും. അതുകൊണ്ട് ഒരു ഭക്തനായാൽ ആ ഭക്തന് ദൈവം ഇതെല്ലാം ഏൽപ്പിച്ച് കൊടുക്കും. ഒരു യഥാർത്ഥ ഗുരുവിനെയും കൊടുക്കും, അറിഞ്ഞുകൂടത്തെല്ലാം പറഞ്ഞു കൊടുക്കും. കാരണം ഭക്തനാണെങ്കിൽ ചോദിച്ചില്ലെങ്കിലും കൊടുക്കാം, ഭക്തനല്ലാത്തവർക്ക് കൊടുത്തുകൂടാ. അതുകൊണ്ട് യഥാർത്ഥ ഭക്തനെ നമുക്ക് മനസ്സിലാവാം. അവർ ചോദിച്ചില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാം. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയാണ്, അടിച്ചേൽപ്പിക്കുക എൻ്റെ ജോലി. എല്ലാം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സമയം പോയിന്ന്. എല്ലാവർക്കും നമസ്കാരം. ഹരിവും ഹരിവും ഹരിവും.